നമസ്കാരം. +1 ആൻഡ് +2 ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ടെക്സ്റ്റിന്റെ 106-ാം പേജിൽ ഒരു കൊളാഷ് നൽകിയിരിക്കുന്നത് കണ്ടല്ലോ. വിവിധ പരിസ്ഥിതി പ്രശ്നങ്ങൾ അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അവ എന്തെല്ലാമാണെന്ന് നോക്കുക. എൻവയോൺമെന്റൽ പൊല്യൂഷൻ അഥവാ പരിസ്ഥിതി മലിനീകരണം, ഡീഫോറസ്റ്റേഷൻ അഥവാ വനനശീകരണം, ഏർബനൈസേഷൻ അഥവാ നഗരവൽക്കരണം, പ്രോബ്ലംസ് ഡ്യൂ ടു പ്ലാസ്റ്റിക് വേസ്റ്റ് അഥവാ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, ഡ്രൗട്ട്സ് അഥവാ വരൾച്ച, പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ അഥവാ ജനസംഖ്യാ വിസ്ഫോടനം, ക്ലൈമറ്റ് ചേഞ്ച് അഥവാ കാലാവസ്ഥാ വ്യതിയാനം, ഗ്ലോബൽ വാർമിംഗ് അഥവാ ആഗോളതാപനം. ലെറ്റ്സ് ഡിസ്കസ്. ഡു വി ഡു എനിത്തിങ് ടു അവോയ്ഡ് ദീസ് ഹൈസാർഡ്സ്? ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഡു വി യൂട്ടിലൈസ് അവർ റിസോഴ്സസ് പ്രോപ്പർലി? നമ്മൾ നമ്മുടെ പ്രകൃതി വിഭവങ്ങൾ ശരിയായി വിനിയോഗിക്കുന്നുണ്ടോ? ക്ലാസ്സിൽ ഈ വിഷയം ചർച്ച ചെയ്യുക. 107-ാം പേജിൽ ശ്രീമതി സുഗതകുമാരിയുടെ കാവ് തീണ്ടല്ലേ എന്ന പുസ്തകത്തിൽ നിന്നെടുത്ത ഒരു കഥ നൽകിയിട്ടുണ്ട്. മണ്ണൊലിപ്പ് മൂലം ചൈനയിലെ ഒരു നദി മരണത്തിൻ്റെ വക്കിലെത്തി നിന്നു. നദിയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള പദ്ധതികളെപ്പറ്റി ആലോചിക്കാൻ ചക്രവർത്തി വിദഗ്ധരുടെ യോഗം വിളിച്ചു. നദിയിൽ വീണ് കിടക്കുന്ന മണ്ണ് മാറ്റി നദിയുടെ ആഴം കൂട്ടണം. നദിയുടെ കരകൾ ഇടിഞ്ഞു വീഴുന്നത് തടയാൻ 2 വശവും കോൺക്രീറ്റ് ചെയ്യണം അവർ നിർദ്ദേശിച്ചു. ഇത് നടപ്പാക്കാനായി ഒരു വലിയ തുകയ്ക്കുള്ള പ്രൊജക്ട് റിപ്പോർട്ടും അവർ സമർപ്പിച്ചു. ചക്രവർത്തി ചോദിച്ചു, നദിയുടെ കരയിൽ എത്ര ആൾക്കാർ താമസമുണ്ട്? ലക്ഷക്കണക്കിന് ആൾക്കാർ, ഉദ്യോഗസ്ഥർ മറുപടി പറഞ്ഞു. രാജാവ് ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. നദീതീരങ്ങളിൽ താമസിക്കുന്ന ആൾക്കാർ അവർ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുൻപ് എല്ലാ ദിവസവും അല്പം ചെളി നദിയിൽ നിന്നും വാരി മാറ്റുക. ആഴ്ചകൾ കൊണ്ട് നദിയിലെ ചെളിയെല്ലാം മാറി. നദിയുടെ ആഴവും ഒഴുക്കും വീണ്ടും കിട്ടി. ചക്രവർത്തി ഒരു കൽപ്പന കൂടി പുറപ്പെടുവിച്ചു. നദിയുടെ വശങ്ങൾ ഇടിഞ്ഞു വീഴുന്നത് തടയാൻ എല്ലാവരും നദീതീരത്ത് മരങ്ങൾ നടുക. ഈ ആജ്ഞയും പാലിക്കപ്പെട്ടു. നദി അതിൻ്റെ ഒഴുക്ക് തുടർന്നു. പരിസ്ഥിതി സംരക്ഷണത്തിന് ഒരു രാഷ്ട്രത്തിലെ പൗരന്മാരെ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ സാധ്യമാകും എന്ന് വെളിവാക്കുന്നതാണ് ഈ കഥ. ഇനി നമുക്ക് വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന ചാപ്റ്ററിലേക്ക് പോകാം. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 108-ാം പേജിലെ റീഡ് ആൻഡ് റിഫ്ലക്ട് പാർട്ട് ഒന്ന് നോക്കുക. The role played by trees in maintaining the ecological balance in the modern world is vital. Read the Nobel Prize acceptance speech by Wangari Maathai, who nurtures a sensitive and reverential love for nature. ആധുനിക ലോകത്തെ പരിസ്ഥിതി സന്തുലനം പാലിക്കാൻ മരങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നു. പ്രകൃതിയെ ഗാഢമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത വനിതയായിരുന്നു വങ്കാരി മാതായി. ആ മഹതി സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം സ്വീകരിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗം വായിക്കുക. ഏതാണ്ട് 300 വർഷങ്ങൾക്ക് മുമ്പ് രാജസ്ഥാനിൽ നടന്ന സംഭവമാണ്. മർവാറിലെ മഹാരാജാവ് പുതിയ രാജകൊട്ടാരം പണികഴിപ്പിക്കുന്നതിനായി മരങ്ങൾ മുറിക്കാൻ തീരുമാനിച്ചു. അമൃതാദേവി ബിഷ്ണോയ് എന്ന വനിതയുടെ നേതൃത്വത്തിൽ 400ഓളം സ്ത്രീകൾ മരം മുറിക്കുന്നത് തടഞ്ഞു. ഇവരെയെല്ലാം രാജഭടന്മാർ വാൾനിരയാക്കി. പ്രകൃതി സംരക്ഷണത്തിന്റെ ആദ്യ രക്തസാക്ഷികൾ. 2017-ൽ രാജസ്ഥാനിൽ തന്നെ റോഡ് വികസനത്തിന്റെ പേരിൽ മരങ്ങൾ മുറിക്കാൻ തുടങ്ങിയപ്പോൾ ലളിത എന്ന സ്ത്രീ അത് തടഞ്ഞു. ഗ്രാമത്തലവനും കൂട്ടരും കൂടി ലളിതയെ അഗ്നിക്കിരയാക്കി. തന്റെ പ്രസംഗത്തിൽ വങ്കാരി മാതായി പറയുന്ന ഒരു കാര്യമുണ്ട്. പരിസ്ഥിതിക്കുണ്ടാകുന്ന കോട്ടം ആദ്യം മനസ്സിലാക്കുന്നത് സ്ത്രീകളാണ്. 1977-ൽ വങ്കാരി മാതായി ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം തുടങ്ങി. മരം നടുക, അവ പരിപാലിക്കുക, അതുവഴി സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കുക എന്നതായിരുന്നു ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ലക്ഷ്യം. ഈ പ്രവർത്തനത്തിന് 2004-ൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം അവർക്ക് ലഭിച്ചു. വങ്കാരി മാതായിയുടെ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. Point 1. Wangari Maathai hopes that her receiving the Nobel Prize will encourage women and girl children to raise their voices and take more space for leadership. തനിക്ക് കിട്ടിയ നൊബേൽ സമ്മാനം പ്രതികരിക്കാനും നേതൃനിരയിലേക്ക് വരാനും സ്ത്രീകളെയും പെൺകുട്ടികളെയും പ്രോത്സാഹിപ്പിക്കുമെന്ന് വങ്കാരി മാതായി പ്രതീക്ഷിക്കുന്നു. വങ്കാരിയുടെ ജീവിതം തന്നെ ഒരു സമരമായിരുന്നു. കെനിയയിലെ ഏകാധിപത്യ ഗവൺമെന്റിനെതിരെ സമര പരമ്പരകൾ തന്നെ വങ്കാരി അഴിച്ചുവിട്ടു. പരിസ്ഥിതി സംരക്ഷണത്തിനും ജനാധിപത്യ സംരക്ഷണത്തിനും സ്ത്രീകൾ മുന്നിട്ടിറങ്ങാൻ തനിക്ക് കിട്ടിയ നൊബേൽ സമ്മാനം പ്രചോദനമാകും എന്ന് വങ്കാരി മാതായി പ്രതീക്ഷിക്കുന്നു. Point 2. Wangari witnessed forests being cleared and replaced by commercial plantations, which destroyed local biodiversity and the capacity of forests to conserve water. കെനിയയിൽ വനങ്ങൾ വെട്ടി നശിപ്പിച്ച് വാണിജ്യവിളകൾ കൃഷി ചെയ്യുന്നതിന് വങ്കാരി മാതായി സാക്ഷ്യം വഹിച്ചു. ഇതുമൂലം കെനിയയുടെ തനത് ജൈവ വൈവിധ്യം നശിച്ചു. ജലം ഒഴുകിപ്പോകാതെ പിടിച്ചു നിർത്താനുള്ള വനങ്ങളുടെ ശേഷിയും ഇല്ലാതെയായി. കേരളത്തിൽ മലയോര മേഖലയിലെ വനങ്ങൾ വെട്ടിമാറ്റി റബ്ബർ, തേയില തുടങ്ങിയ വാണിജ്യ വിളകൾ കൃഷി ചെയ്തതും അതുമൂലമുണ്ടായ പരിസ്ഥിതി പ്രശ്നങ്ങളും ഈ ഘട്ടത്തിൽ ഓർക്കുക.
In 1977, she started the Green Belt movement. The movement was partly responding to the needs identified by rural women, namely lack of water, balanced diets, shelter and income. 1977 വങ്കാരി മാതായി ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനം ആരംഭിച്ചു. കെനിയൻ ഗ്രാമീണ വനിതകളെ അലട്ടിയിരുന്ന ജലദൗർലഭ്യം, പോഷകാഹാരക്കുറവ്, വീടുകളുടെ അഭാവം, സ്ഥിര വരുമാനമില്ലായ്മ എന്നീ പ്രശ്നങ്ങൾക്ക് ഭാഗികമായി എങ്കിലും പരിഹാരം കാണാൻ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന് കഴിഞ്ഞു. പോയിന്റ് 4. Throughout Africa, women are holding significant responsibility for tilling the land and feeding their families. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കൃഷിക്കായി നിലമൊരുക്കാനും കുടുംബം പുലർത്താനുമുള്ള ചുമതല സ്ത്രീകളാണ് നിർവഹിക്കുന്നത്. പോയിന്റ് 5. Women are the first to become aware of environmental damage. പരിസ്ഥിതിക്കുണ്ടാകുന്ന നാശം ആദ്യം തിരിച്ചറിയുന്നത് സ്ത്രീകളാണ്. കാരണം കൃഷിഭൂമിയുമായി നേരിട്ട് ബന്ധമുള്ളത് അവർക്കാണ്. പോയിന്റ് 6. The African women are now unable to meet their basic needs due to the degradation of their immediate environment and the introduction of commercial farming, which replaced the growing of household food crops. തങ്ങളുടെ പരിസ്ഥിതിക്കുണ്ടാകുന്ന അപജയം മൂലം ആഫ്രിക്കൻ സ്ത്രീകൾക്ക് അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നില്ല. വീട്ടാവശ്യത്തിനുള്ള ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിന് പകരം വാണിജ്യ വിളകൾ വ്യാപകമായി കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. വാണിജ്യ വിളകൾ പണം നേടി തന്നേക്കാം, പക്ഷേ ഭക്ഷ്യധാന്യങ്ങൾക്ക് ക്ഷാമമുണ്ടാകുന്നു. പോയിന്റ് 7. When the environment is destroyed, plundered or mismanaged, we undermine the quality of our life and that of future generations. പരിസ്ഥിതിയെ നശിപ്പിക്കുകയും കൊള്ളയടിക്കുകയും പരിപാലിക്കാതിരിക്കുകയും ചെയ്യുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിന് മാത്രമല്ല വരും തലമുറയുടെ ജീവിതത്തിനും തുരങ്കം വയ്ക്കുന്നു. പരിസ്ഥിതിയെ നശിപ്പിച്ചാൽ അത് വരും തലമുറയുടെ ജീവിതം ദുസ്സഹമാക്കും. പോയിന്റ് 8. Tree planting is a natural choice to address some of the initial basic needs identified by women. സ്ത്രീകളുടെയും കുടുംബത്തിൻ്റെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ ഒരു പരിധിവരെ മരനടിയിൽ സഹായിക്കുന്നു. Point 9. The Green Belt movement has planted over 30 million trees that provide fuel, food, shelter, income and household needs. The activity has also created employment and improves soil and watersheds. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഇതുവരെ 3 കോടി മരങ്ങൾ നട്ടുകഴിഞ്ഞു. വിറക്, ഭക്ഷണം, വീട്, വരുമാനം എന്നിവ ഈ മരങ്ങൾ കൊണ്ട് ലഭിക്കുന്നു. മരങ്ങൾ നട്ടത് മൂലം സ്ത്രീകൾക്ക് തൊഴിൽ ലഭിച്ചു, മണ്ണൊലിപ്പില്ലാതെയായി, ജലലഭ്യത കൂടി. അങ്ങനെ മരങ്ങൾ കൊണ്ട് പരിസ്ഥിതിക്കും കെനിയൻ സമൂഹത്തിനും പ്രയോജനങ്ങൾ ഉണ്ടായി. പോയിന്റ് 10. Initially, the women were not aware of the problems created by a degraded environment. Later, they came to know that the widespread destruction of the ecosystems contributed to excruciating poverty and subsequent riots. പരിസ്ഥിതി നാശം കൊണ്ടുള്ള ദൂഷ്യഫലങ്ങളെപ്പറ്റി കെനിയൻ സ്ത്രീകൾക്ക് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. പരിസ്ഥിതി നാശം അതീവ ദാരിദ്ര്യത്തിനും കലാപങ്ങൾക്കും കാരണമാകുമെന്ന് അവർക്ക് വൈകിയാണ് മനസ്സിലായത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒറ്റ പരിഹാരമേ ഉണ്ടായിരുന്നുള്ളൂ: മരം നടുക. പോയിന്റ് 11. In course of time, the Green Belt movement realized that a responsible governance of the environment was impossible without democratic space. The movement mobilized Kenyan citizens to challenge widespread abuse of power, corruption and environmental mismanagement. ഒരു ജനാധിപത്യ ഭരണ സംവിധാനമില്ലാതെ കെനിയയിൽ ശരിയായ പരിസ്ഥിതി സംരക്ഷണം നടക്കില്ല എന്ന് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് മനസ്സിലാക്കി. കെനിയയിലെ ഏകാധിപത്യ ഭരണകൂടത്തിൻ്റെ അധികാര ദുർവിനിയോഗം, അഴിമതി, പരിസ്ഥിതി പരിപാലനത്തിലെ കെടുകാര്യസ്ഥത എന്നിവയ്ക്കെതിരെ ഈ പ്രസ്ഥാനം ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം ചെയ്തു. ഒരു രാജ്യത്ത് ഏകാധിപത്യ ഭരണ സംവിധാനമാണ് നിലവിലിരിക്കുന്നത് എങ്കിൽ ആ സർക്കാർ പരിസ്ഥിതി നശീകരണത്തിനെതിരെ ഒരു നടപടിയും എടുക്കില്ല. പരിസ്ഥിതി സംരക്ഷിക്കാൻ നടത്തുന്ന പ്രക്ഷോഭങ്ങളെയെല്ലാം അവർ നിർദ്ദയം അടിച്ചമർത്തും. പോയിന്റ് 12. In Kenya, the tree is a symbol for peace and conflict resolution, especially during ethnic conflicts. Using trees as a symbol of peace is in keeping with the widespread African tradition. കെനിയൻ പൗരന്മാർക്ക് മരം എന്നും സമാധാനത്തിൻ്റെയും പൊരുത്തപ്പെടലിൻ്റെയും പ്രതീകമാണ്. കെനിയൻ ആദിവാസി സമൂഹത്തിലെ വഴക്കുകൾ തീർപ്പാക്കുന്നതിൽ മരത്തിന് വലിയ പങ്കുണ്ട്. ആഫ്രിക്കൻ പാരമ്പര്യമനുസരിച്ച് സമാധാനത്തിൻ്റെ പ്രതീകമായി മരത്തെ കാണുന്നു. പോയിന്റ് 13. Practices like keeping peace using trees are part of an extensive cultural heritage which contribute both to the conservation of habitats and to cultures of peace. ആഫ്രിക്കയിലെ വിശാലമായ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമായാണ് മരങ്ങൾ സമാധാനത്തിൻ്റെ പ്രതീകങ്ങളായത്. ആവാസ സംരക്ഷണത്തിൻ്റെയും സമാധാനത്തിൽ അധിഷ്ഠിതമായ സംസ്കാരത്തിൻ്റെയും ഭാഗമാണ് മരങ്ങൾ. മരങ്ങൾ ആഫ്രിക്കൻ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. പോയിന്റ് 14. Activities that devastate the environment and societies continue unabated. Humanity should stop threatening its life support system. പരിസ്ഥിതിയെയും സമൂഹത്തെയും നശിപ്പിക്കുന്ന പ്രവൃത്തികൾ ഇപ്പോഴും നിർബാധം തുടരുന്നു. നമ്മുടെ തന്നെ ജീവൻരക്ഷാ മാർഗങ്ങളാണ് മരങ്ങളും വനങ്ങളും. അവയ്ക്ക് ഭീഷണിയാകുന്ന ഒരു പ്രവൃത്തിയും നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടാകരുത്. നമ്മൾ നമ്മെ തന്നെ ശ്വാസം മുട്ടിക്കുന്നതിന് തുല്യമാണത്. പോയിന്റ് 15. The objective of the Green Belt movement is to assist the earth to heal her wounds and in the process heal our own. ഭൂമിക്കുണ്ടായ മുറിവുകൾ ഉണക്കുക എന്നതാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ലക്ഷ്യം. വനങ്ങൾ വെട്ടി നശിപ്പിച്ചതുകൊണ്ടാണ് ഭൂമിക്ക് മുറിവേറ്റത്.
ഭൂമിക്ക് മുറിവേൽക്കുക എന്നാൽ മനുഷ്യർക്ക് മുറിവേൽക്കുകയാണ്. പുതിയ മരങ്ങൾ നടുക വഴി ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ഈ മുറിവുകളെ ഉണക്കുന്നു. പോയിന്റ് 16. We have to revive our sense of belonging to a larger family of life with which we have shared our evolutionary process. മനുഷ്യൻ ഒരു വലിയ ജീവജാല കുടുംബത്തിലെ അംഗമാണെന്ന ബോധം നമുക്ക് ഉണ്ടാകണം. മനുഷ്യന്റെ പരിണാമ പ്രക്രിയയുടെ ഭാഗഭാക്കാണ് മറ്റു ജീവജാലങ്ങളും. മനുഷ്യൻ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ അത് മറ്റു ജീവജാലങ്ങളെയും ബാധിക്കും. അവർക്കും മനുഷ്യനെ പോലെ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. പോയിന്റ് 17. There can be no peace without equitable development, and there can be no development without sustainable management of the environment in a democratic and peaceful space. നമുക്ക് വേണ്ടത് സന്തുലിത വികസനമാണ്. ജനാധിപത്യ ഭരണത്തിന് കീഴിലുള്ള സമാധാനപരമായ അന്തരീക്ഷത്തിൽ മാത്രമേ പരിസ്ഥിതിക്ക് കോട്ടം വരാതെയുള്ള വികസനം സാധ്യമാകൂ. കെനിയയിലെ ഏകാധിപത്യ ഭരണകാലത്ത് അവിടെ പരിസ്ഥിതി ശരിയായി പരിപാലിക്കപ്പെട്ടില്ല. പോയിന്റ് 18. The time has now arrived for humanity to shift to a new level of consciousness to reach a higher moral ground. We have to shed our fears and give hope to each other. മനുഷ്യരാശി മുഴുവൻ പുതിയൊരു ബോധതലത്തിലേക്ക് ഉയരാൻ സമയം ആഗതമായിരിക്കുന്നു. നമ്മുടെ ധർമ്മബോധം ഇനിയും മെച്ചപ്പെടേണ്ടിയിരിക്കുന്നു. നമ്മൾ നമ്മുടെ ഭയത്തെ ഒഴിവാക്കി പരസ്പരം പ്രതീക്ഷ നൽകേണ്ട സമയമാണിത്. പരിസ്ഥിതിയെ സംരക്ഷിക്കാനും വരും തലമുറയുടെ ജീവിതം മെച്ചപ്പെടുത്താനും നമ്മുടെ ചിന്താഗതി മാറേണ്ടിയിരിക്കുന്നു. പോയിന്റ് 19. Wangari exhorts world leaders to expand democratic space and build fair and just societies that allow the creativity and energy of their citizens to flourish. പൗരന്മാരുടെ ആശയങ്ങളും ഊർജവും പ്രോത്സാഹിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ജനാധിപത്യ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കാനും സന്തുലിത സമൂഹങ്ങൾ നിർമ്മിക്കാനും വങ്കാരി മാതായി ലോക നേതാക്കളെ ആഹ്വാനം ചെയ്യുന്നു. ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ പൗരന്മാരെ അടിച്ചമർത്തുന്നു. സന്തുലിത വികസനത്തിനായി പൗരന്മാരുടെ ഊർജ്ജം വിനിയോഗിക്കാൻ ഒരു ജനാധിപത്യ ഭരണ സംവിധാനത്തിന് കഴിയും. Point 20. She calls on young people to commit themselves to activities that contribute towards achieving their long-term dreams. They are a gift to their communities and the world. They are our hope and future. തങ്ങളുടെ ചിരകാല സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനായി പ്രയത്നിക്കാൻ വങ്കാരി മാതായി ചെറുപ്പക്കാരെ ആഹ്വാനം ചെയ്യുന്നു. സമൂഹത്തിന് ലഭിച്ച വരദാനമാണ് ചെറുപ്പക്കാർ. ലോകത്തിൻ്റെ പ്രതീക്ഷ യുവജനങ്ങളിലാണ്. സന്തുലിത വികസനം യുവജനങ്ങളിലൂടെ സാധ്യമാകും. Point 21. There was a stream of pure water near Wangari's home. She used to drink water straight from the stream. Thousands of tadpoles swam in the water. That was the world she had inherited from her parents. വർഷങ്ങൾക്ക് മുൻപ് ശുദ്ധജലം ഒഴുകുന്ന ഒരു അരുവി വങ്കാരിയുടെ വീടിനടുത്ത് ഉണ്ടായിരുന്നു. ആ അരുവിയിൽ നിന്നും നേരിട്ട് അവൾ വെള്ളം കുടിച്ചിരുന്നു. ആയിരക്കണക്കിന് വാൽമാക്രികളായിരുന്നു ആ അരുവിയിലൂടെ നീന്തിക്കൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ളൊരു ലോകമാണ് വങ്കാരിക്ക് തൻ്റെ മാതാപിതാക്കളിൽ നിന്നും പൈതൃകമായി കിട്ടിയത്. Point 22. Today, over 50 years later, the stream has dried up. Women walk long distances for water which is not always clean, and children will never know what they have lost. 50 വർഷം കഴിഞ്ഞു. ആ അരുവി ഉണങ്ങി വരണ്ടു. ശുദ്ധജലമാണെന്ന് ഉറപ്പില്ലാത്ത ജലത്തിനു വേണ്ടി സ്ത്രീകൾക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടി വരുന്നു. പ്രകൃതി നൽകുന്ന എന്തൊക്കെ സൗഭാഗ്യങ്ങളാണ് നഷ്ടമാകുന്നതെന്ന് ഇന്നത്തെ കുട്ടികൾക്ക് അറിയില്ല. മനുഷ്യന്റെ തന്നെ പ്രവൃത്തി കൊണ്ട് പ്രകൃതി നമുക്ക് കനിഞ്ഞു നൽകിയ ശുദ്ധജലവും ശുദ്ധവായുവും ഇല്ലാതെയായിരിക്കുന്നു. Point 23. The challenge is to restore the home of the tadpoles and give back to our children a world of beauty and wonder. വാൽമാക്രികളുടെ ആവാസ വ്യവസ്ഥ പുനഃസൃഷ്ടിക്കുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അതായത് നദികളിലും അരുവികളിലും ശുദ്ധജലം ഉറപ്പാക്കുക. നമ്മുടെ കുട്ടികൾക്ക് സൗന്ദര്യം നിറഞ്ഞ ഒരു ലോകം നമുക്ക് സമ്മാനിക്കേണ്ടതുണ്ട്. നമ്മുടെ മക്കൾക്ക് മെച്ചപ്പെട്ട ജീവിതം സമ്മാനിക്കാനായി നാം പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ഏറ്റുവാങ്ങിക്കൊണ്ട് വങ്കാരി മാതായി നടത്തിയ പ്രസംഗമാണ് ഇത്രയും നേരം നമ്മൾ അനലൈസ് ചെയ്തത്. എല്ലാ വർഷവും ലോക പരിസ്ഥിതി ദിനമായ ജൂൺ 5 നമ്മൾ ആഘോഷമായി മരം നടും. പക്ഷേ ഈ നട്ട മരങ്ങളെ നമ്മൾ പിന്നെ തിരിഞ്ഞു നോക്കുമോ? അത് കന്നാലിൽ തിന്നുകൊണ്ട് പോയോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുമോ? നിങ്ങൾ നട്ട മരങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടോ? ഇവിടെയാണ് വങ്കാരി മാതായി വ്യത്യസ്തയാകുന്നത്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റ് രൂപീകരിച്ച് മരങ്ങൾ നടുക മാത്രമല്ല വങ്കാരി മാതായി ചെയ്തത്. ഈ നട്ട മരങ്ങളെ എല്ലാവർ നന്നായി പരിപാലിച്ചു. ഗ്രീൻ ബെൽറ്റ് മൂവ്മെൻറ്റിലെ സ്ത്രീകൾ അതൊരു തൊഴിലാക്കി മാറ്റി. അവർക്ക് സ്ഥിര വരുമാനമുണ്ടായി. പ്രകൃതി സംരക്ഷണത്തോടൊപ്പം അവർക്ക് കുടുംബം പുലർത്താനും സാധിച്ചു. ഒരു കാര്യം കൂടി വങ്കാരി മാതായി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പ്രകൃതി ശരിയായ രീതിയിൽ സംരക്ഷിക്കപ്പെടണമെങ്കിൽ ഒരു ജനാധിപത്യ ഭരണ സംവിധാനം ആവശ്യമാണ്. വങ്കാരിയുടെ ഒരു ഷോർട്ട് പ്രൊഫൈൽ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന ചാപ്റ്ററിന്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നമുക്കിനി തിങ്ക് ആൻഡ് റൈറ്റ് സെക്ഷനിലേക്ക് പോകാം. What is the role of biodiversity in maintaining environmental balance? പരിസ്ഥിതി സന്തുലനത്തിൽ ജൈവ വൈവിധ്യത്തിന്റെ പങ്കെന്താണ്? Identify the needs of the present day women and compare them with those of the women of Kenya at the time of വങ്കാരി മാതായി. ഇന്നത്തെ സ്ത്രീകളുടെ അടിസ്ഥാന ആവശ്യങ്ങളെയും വങ്കാരി മാതായിയുടെ കാലത്തെ കെനിയയിലെ സ്ത്രീകളുടെ അടിസ്ഥാന ആവശ്യങ്ങളെയും തമ്മിൽ താരതമ്യം ചെയ്യുക. Women are often the first to become aware of environmental damage, says വങ്കാരി മാതായി. What is your opinion? വങ്കാരി മാതായിയുടെ അഭിപ്രായത്തിൽ പ്രകൃതിക്കുണ്ടാകുന്ന നാശം ആദ്യം തിരിച്ചറിയുന്നത് സ്ത്രീകളാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണ്?
വാട്ട് ഈസ് ദ ഇമ്പാക്ട് ഓഫ് കൊമേഴ്സ്യൽ ഫാമിംഗ് ഓൺ ദ റൂറൽ കമ്മ്യൂണിറ്റി? വാണിജ്യ വിളകൾ കൃഷി ചെയ്യുന്നത് ഗ്രാമീണ മേഖലയെ എങ്ങനെ ബാധിച്ചു? ഹൗ ഡസ് ഡീഗ്രഡേഷൻ ഓഫ് എൻവയോൺമെന്റ് ട്രിഗർ ഓഫ് പോവർട്ടി ആൻഡ് കോൺഫ്ലിക്റ്റ്? പരിസ്ഥിതിക്കുണ്ടാകുന്ന നാശം മൂലം ദാരിദ്ര്യവും സംഘർഷവും എങ്ങനെ ഉണ്ടാകുന്നു? എക്സ്പ്ലെയിൻ ദ ടേം സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്. സുസ്ഥിര വികസനം എന്നാൽ എന്താണ്? ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരങ്ങൾ വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന ചാപ്റ്ററിൻ്റെ നോട്ട്സിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സ് ഉടൻ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. നോട്ട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. ഇനി ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്ന് നോക്കാം. Activity 1. Formal speech. Imagine that you have won the National Green Corps Award for coordinating the activities of your school Eco Club. The award would be given away by the Governor of the state in the presence of the Chief Minister and certain other dignitaries. You are supposed to deliver a speech after receiving the award. Draft the speech you would deliver. സ്കൂൾ പരിസ്ഥിതി ക്ലബിൻ്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചതിന് നിങ്ങൾക്ക് നാഷണൽ ഗ്രീൻ കോർപ്സിൻ്റെ അവാർഡ് ലഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെയും മറ്റ് വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ ഗവർണർ ആണ് അവാർഡ് സമ്മാനിക്കുന്നത്. അവാർഡ് ഏറ്റുവാങ്ങിയ ശേഷം നിങ്ങൾ ചെയ്യാൻ പോകുന്ന മറുപടി പ്രസംഗത്തിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കുക. സാമ്പിൾ സ്പീച്ച് ഇവിടെ നൽകിയിരിക്കുന്നു. ആക്ടിവിറ്റി 2. ഈ ആക്ടിവിറ്റി ആഡ്വേർബ് ഫ്രേസ്, ആഡ്വേർബ് ക്ലോസ് എന്നിവയെ പറ്റി ഉള്ളതാണ്. ആദ്യം ഇവ എന്താണെന്ന് നോക്കാം. ആഡ്വേർബ്. An adverb is a word that modifies a verb, an adjective or another adverb. ഒരു ക്രിയ അല്ലെങ്കിൽ ഒരു നാമവിശേഷണം അതുമല്ലെങ്കിൽ മറ്റൊരു ആഡ്വേർബ് എന്നിവയെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് ആഡ്വേർബ്. എക്സാമ്പിൾസ്: ആക്ടിവിറ്റീസ് that devastate the environment and societies continue unabated. He talks loudly. ഒന്നാമത്തെ എക്സാമ്പിളിൽ അൺഅബേറ്റഡ് ആണ് ആഡ്വേർബ്, കാരണം അത് കണ്ടിന്യൂ എന്ന വേർബിനെ മോഡിഫൈ ചെയ്യുന്നു. രണ്ടാം സെന്റൻസിൽ ലൗഡ്ലി ആണ് ആഡ്വേർബ്, അത് ടോക്സ് എന്ന വേർബിനെ മോഡിഫൈ ചെയ്യുന്നു. ആഡ്വേർബ് ഫ്രേസ്. An adverb phrase is a group of 2 or more words that functions as an adverb in a sentence. ഒരു സെന്റൻസിൽ ആഡ്വേർബിന്റെ ജോലി ചെയ്യുന്ന രണ്ടോ അതിലധികമോ വരുന്ന വാക്കുകളുടെ കൂട്ടത്തെയാണ് ആഡ്വേർബ് ഫ്രേസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ: I was partly responding to the needs identified by rural women. ഇവിടെ പാർട്ട്ലി റെസ്പോണ്ടിങ് ഒരു ആഡ്വേർബ് ഫ്രേസ് ആണ്. ആഡ്വേർബ് ക്ലോസ്. An adverb clause is a dependent clause that functions as an adverb. സ്വതന്ത്രമായി നിലനിൽപ്പില്ലാത്തതും ആഡ്വേർബായി പ്രവർത്തിക്കുന്നതുമായ ക്ലോസിനെയാണ് ആഡ്വേർബ് ക്ലോസ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ: As I was growing up, I witnessed forests being cleared and replaced by commercial plantations. ഈ സെന്റൻസിൽ ആസ് ഐ വാസ് ഗ്രോയിങ് അപ്പ് ആണ് ആഡ്വേർബിയൽ ക്ലോസ്. ഇതിന് സ്വതന്ത്രമായി നിലനിൽപ്പില്ല. സെന്റൻസിന്റെ ഐ വിറ്റ്നസ് ദ ഫോറസ്റ്റ് ബീങ് ക്ലിയർഡ് ആൻഡ് റീപ്ലേസ്ഡ് ബൈ കൊമേഴ്ഷ്യൽ പ്ലാന്റേഷൻസ് എന്ന ഭാഗത്തോട് ചേർന്നാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആകൂ. തന്നിരിക്കുന്ന പാസേജിൽ നിന്നും ആഡ്വേർബ്സ്, ആഡ്വേർബ് ഫ്രേസസ്, ആഡ്വേർബ് ക്ലോസസ് എന്നിവ എടുത്തെഴുതുക. ആൻസേഴ്സ് നൽകിയിട്ടുണ്ട്. ഇവിടെ സിമ്പിൾ സെന്റൻസസിനെയും കോംപ്ലക്സ് സെന്റൻസസിനെയും പറ്റി പറഞ്ഞിരിക്കുന്നു. സിമ്പിൾ സെന്റൻസിൽ ഒരു മെയിൻ ക്ലോസ് മാത്രമേ കാണൂ. എക്സാമ്പിൾ: ലെറ്റ് us wait till his arrival. ഇവിടെ വെയിറ്റ് എന്നൊരു വേർബും ഒരു മെയിൻ ക്ലോസും മാത്രമേ ഉള്ളൂ. കോംപ്ലക്സ് സെന്റൻസിൽ ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും കാണും. 2 വേർബ്സും ഉണ്ടാകും. എക്സാമ്പിൾ: ലെറ്റ്സ് വെയിറ്റ് ടിൽ ഹി അറൈവ്സ്. ഇവിടെ വെയിറ്റ്, അറൈവ്സ് എന്നീ 2 വേർബ്സ് ഉണ്ട്. സബോർഡിനേറ്റ് ക്ലോസ് ഇറ്റാലിക്സിൽ നൽകിയിരിക്കുന്നു. തന്നിരിക്കുന്ന സിമ്പിൾ സെന്റൻസസിനെ കോംപ്ലക്സ് സെന്റൻസസ് ആക്കി മാറ്റുക. ആൻസേഴ്സ് നൽകിയിട്ടുണ്ട്. അടുത്തതായി പറഞ്ഞിരിക്കുന്നത് കോൺകോർഡ് അല്ലെങ്കിൽ എഗ്രിമെന്റ് ഓഫ് ദി സബ്ജക്ട് വിത്ത് ദ വേർബിനെ പറ്റിയാണ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ വേർബും സിംഗുലർ ആയിരിക്കണം. സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ വേർബും പ്ലൂറൽ ആയിരിക്കണം. എക്സാമ്പിൾസ്: He works. Suresh writes. She eats food. He is working. Arya was talking. She has done her homework. ഇവിടെ he, സുരേഷ്, ഷീ, ആര്യ എന്നീ സബ്ജക്ട്സ് സിംഗുലർ ആണ്. അതുകൊണ്ട് അവയെ തുടർന്ന് വരുന്ന വേർബ്സും സിംഗുലർ ആയിരിക്കും. അടുത്ത എക്സാമ്പിൾസ് നോക്കുക. They work. The students write. They eat food. Hussein and his friends are working. Arya and her friends were talking in a coffee shop. The students have done their homework. ഇവിടെ they, the students, ഹുസൈൻ ആൻഡ് ഹിസ് ഫ്രണ്ട്സ്, ആര്യ ആൻഡ് ഹെർ ഫ്രണ്ട്സ് എന്നീ സബ്ജക്ട്സ് പ്ലൂറൽ ആണ്. അതുകൊണ്ട് അവയെ തുടർന്ന് വരുന്ന വേർബ്സും പ്ലൂറൽ ആയിരിക്കും. ഐ എന്ന സബ്ജക്ട് സിംഗുലർ ആണ്, പക്ഷെ അതേ തുടർന്ന് വരുന്ന വേർബ്സ് പ്ലൂറൽ ആയിരിക്കും. എക്സാമ്പിൾ: ഐ ഹാവ് എ പെൻ. ഐ വാസ് ഗോയിങ് ടു സ്കൂൾ. ആക്ടിവിറ്റി 3. ലെറ്റ്സ് എഡിറ്റ്.
വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന ചാപ്റ്ററിൽ നിന്നും ഒരു ഭാഗം ഇവിടെ തന്നിരിക്കുന്നു. അതിലെ തെറ്റുകൾ തിരുത്തി എഴുതുക. ആൻസർ നൽകിയിട്ടുണ്ട്. തന്നിരിക്കുന്ന ലെറ്റർ വായിച്ച് അതിലെ തെറ്റുകൾ തിരുത്തുക. ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. വെൻ എ സാപ്ലിംഗ് ഈസ് പ്ലാന്റഡ് എന്ന ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. ഈ ചാനലിലെ വീഡിയോസിൻ്റെ ലിങ്ക് നിങ്ങളുടെ +1, +2 VHSC സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിനും നോട്ട്സിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.